ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പെർഫെക്റ്റ് കുബൂസിൻ്റെ റെസിപ്പിയും ടർക്കിഷ് ചിക്കനാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇതാ കുബൂസ് തയ്യാറാക്കാനായിട്ട് 2 ഗ്ലാസ് ഇളം ചൂടുപാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും 5 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആയിട്ട് ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 3 കപ്പ് മൈദമാവും 1 കപ്പ് ഗോതമ്പ് മാവും ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുപാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം ആവാൻ. ഇതിലേക്ക് അല്പം എണ്ണ തടവിയിട്ട് ഇത് പൊങ്ങാൻ വയ്ക്കാം. ടർക്കിഷ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ സാദാ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1.5 കപ്പ് തൈര് ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ മിക്സ് ചെയ്ത ഈ കൂട്ട് 15 മിനിറ്റോ 30 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുബൂസിൻ്റെ മാവ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ദാ ഈ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ. എടുത്തു വെച്ച ഓരോ ഉരുളകളിൽ നിന്ന് മൈദപ്പൊടി തൂളിച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ഓരോന്നും അപ്പോൾ തന്നെ ചുട്ടെടുക്കണം. ഇട്ടെടുത്ത് കുഞ്ഞു കുഞ്ഞു ബബിൾ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി അതിനെ വീണ്ടും തിരിച്ചിട്ട് ഒറ്റ പൊള്ളമാക്കി എടുക്കാം. ദാ ഇതുപോലെ ഓരോന്നായി ചുട്ടെടുക്കുകയാണ്. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ ഇതാ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇത് വറ്റിച്ചെടുക്കണം. പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സവോള കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയുടെ തണ്ട് ഭാഗവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മൈദ ചേർക്കുകയാണ്. ഇത് നന്നായി ഒന്ന് വഴച്ചെടുക്കണം. ഇത് വഴന്നു വന്നതും ഇതിലേക്ക് 1.5 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഒറിഗാനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാ ചിക്കനൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റുന്നുണ്ട്.
ചിക്കൻ പീസൊക്കെ നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് വൈറ്റ് സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചീസ് ചീകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇതാ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് മല്ലിയിലയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടർക്കിഷ് ചിക്കനും കുബൂസ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയായ നല്ലൊരു കോംബോ ആണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.